കെഎസ്ഇബിയുടെ അനാസ്ഥയിൽ തകർന്ന ജീവിതവുമായി ആദിവാസിക്കുടിയിൽ ബധിരയും മൂകയുമായ 5 വയസ്സുകാരി ബാലികയുടെ ദുരിത ജീവിതം. ഇടുക്കി മാങ്കുളം ചിക്കണാംകുടി ആദിവാസി ഊരിലെ കുഞ്ഞുമോൻ സലോമി ദമ്പതികളുടെ മകൾ ചിന്നുവാണ് ഒരു നേരത്തെ അന്നത്തിനായി നാട്ടുകാർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നത്. കെഎസ്ഇബിയുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ ചീക്കണംകുടി ആദിവാസി കോളനിയിലെ സലോമിയുടെ മകളാണ് 5 വയസ്സുകാരിയായ ചിന്നു. ജന്മന ബധിരയും മൂകയുമായ ഈ പിഞ്ചു ബാലിക ഇന്നൊരു നേരത്തെ അന്നത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 28-നാണ് സലോമി അടക്കം 3 പേർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ഹൈടെൻഷൻ ലൈനിലെ തകരാർ നിമിത്തം എർത്ത് കേബിളിലൂടെ വൈദ്യുതി പ്രവഹിച്ചതിനെ തുടർന്നായിരുന്നു അപകടം. സലോമി മരിക്കുമ്പോൾ ആ ഉദരത്തിൽ ചിന്നുവിന്റെ കുഞ്ഞനുജത്തിയും ഉണ്ടായിരുന്നു. അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ ചിന്നുവിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഇതോടെ ഈ പിഞ്ചു ബാലിക അനാഥയായി. കൊച്ചാണ്, പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, നല്ല എഴുതിയൊക്കെ ഇരിക്കും, എന്നാലും ആഗ്രഹമുണ്ട് കൊച്ചന്, അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പം കൊച്ചിനെ നോക്കാനും ആളില്ല. തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നോട്ട്ബുക്കിൽ ആരോരും അറിയാത്ത ലിപിയിൽ തന്റെ വേദനകൾ കോറിയിടുന്ന ചിന്നുവിന് നാട്ടുകാർ നൽകുന്ന ആഹാരം മാത്രമാണ് തുണ. അയൽവാസികൾ നൽകുന്ന കരുതൽ മാത്രമാണ് ചിന്നുവിന്റെ ജീവൻ നിലനിർത്തുന്നത് തന്നെ. കെഎസ്ഇബിയോ സർക്കാരോ ഇതുവരെ ഈ പിഞ്ചുബാലികയ്ക്കായി യാതൊരു സഹായവും ചെയ്തിട്ടില്ല. വീടിന്റെ ഒറ്റമുറിയിലെ ഇരുട്ടിൽ ഒറ്റയ്ക്കായ കുഞ്ഞു ജീവനെ തിരിച്ചറിയാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ. റിപ്പോർട്ടർ, ഇടുക്കി.